ജോസേട്ടൻ വീണ്ടും ഹീറോയ മത്സരമായിരുന്നു ഇന്നത്തേത്. അതുപോലത്തെ ബാറ്റിംഗ് ആണ് ജോസ് ബട്ട്ലർ ഇന്ന് പുറത്തെടുത്തത്. രാജസ്ഥാൻ ആരാധകർ ഞെട്ടിയിരിക്കുകയാണ്. കൊൽക്കത്ത കളി ജയിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ബട്ട്ലർ ഒരുക്കമല്ലായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ നയിപ്പിച്ചു. ഇതാണ് ശരിക്കും ചങ്കൂറ്റം. സഞ്ജു ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാൻ കപ്പ് നേടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ഇന്ന് കളി തോറ്റ ശേഷം കൊൽക്കത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം ശ്രേയസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കളി ജയിച്ചെന്ന് ഉറപ്പിച്ചതായിരുന്നു. ഈ സമയത്താണ് ബട്ട്ലർ നന്നായി കളിച്ചത്. ബട്ട്ലറെ പുറത്താക്കിയെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഇന്ന് കളി ജയിച്ചേനെ. റോമാൻ പവൽ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. ആ ഒരു ഓവറാണ് കളി കയ്യിൽ നിന്ന് പോകാൻ കാരണമായത്. എങ്കിലും നരയൻ റോമാൻ പവലിന്റെ വിക്കറ്റ് നേടി. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നതായിരുന്നു. പക്ഷേ ബട്ട്ലർ, അവനെ ഞങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട്ലർ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതുപോലത്തെ ഒരു താരമുണ്ടെങ്കിൽ ഏത് മാച്ചായാലും ജയിക്കും. അവൻ ഒറ്റയ്ക്ക് നിന്നാണ് ടീമിനെ ജയിപ്പിച്ചത്. അതുമാത്രമല്ല, സഞ്ജു ഇന്ന് മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. സഞ്ജുവിന്റെ തന്ത്രങ്ങൾ ഫലിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കളി തോറ്റതിൽ നിരാശയുണ്ട്. ഈ ഒരു മാച്ച് തോറ്റത് കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ശ്രേയസ് അയ്യർ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ഡബിൾ ഹാപ്പിയാണ്. കാരണം ജോസേട്ടനാണെന്ന് രാജസ്ഥാന്റെ ഹീറോ ആയത്. ഇതുപോലത്തെ ഒരു മാച്ച് ഈ IPL ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും കൂറ്റൻ ടാർഗറ്റാണ് രാജസ്ഥാൻ മറികടന്നിരിക്കുന്നത്. രാജസ്ഥാനിൽ വിക്കറ്റ് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ബട്ട്ലർ ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ നയിച്ചു. ക്യാപ്റ്റൻ സഞ്ജു ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാൻ ടീമിന് സഞ്ജു കപ്പ് നേടിക്കൊടുക്കും. ബട്ട്ലർ ആണെങ്കിൽ മാരക ഫോമിലാണ്. ഇതുപോലത്തെ ഒരു താരമുണ്ടെങ്കിൽ രാജസ്ഥാന് ഈസി ആയിട്ട് കപ്പ് നേടാം. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.